അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിവാദമായിരിക്കുകയാണ്. കൂടുതൽ വിവാദമാക്കിയത് ന്യൂസ് ചാനലുകളാണ്. അദ്ദേഹം പറഞ്ഞതൊന്ന് അതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോയത് ചാനലുകളാണ്. അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചെങ്കിലും ന്യായമില്ലേ? അദ്ദേഹം കുറച്ച് എന്താ പറയുക, ഒരു ഞാനെന്ന ഭാവവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയും അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതിൽ കുറച്ച് ന്യായമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ഏത് വിഭാഗത്തിനും 1.5 കോടി രൂപ അപ്പോൾ അവർക്ക് കൊടുക്കുന്നു. അത് ഡിവൈഡ് ചെയ്ത് 50 ലക്ഷമാക്കി 3 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ 3 കലാകാരന്മാർ ഉയർന്നു വരില്ലേ എന്നുള്ളത് പുള്ളി ഉദ്ദേശിച്ചു. എന്നിട്ട് അത് ഏത് വിഭാഗത്തിനായിരുന്നാലും പുതുതായിട്ട് വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് പറഞ്ഞാൽ എന്താ ന്യായക്കേട്? അപ്പോൾ അതിൽ ദളിതോ അല്ലെങ്കിൽ നായരോ ഈഴവനോ അങ്ങനെയുള്ളതല്ല. ഒരാൾ സിനിമയിലോട്ട് കടന്നു വരുമ്പോൾ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. സിനിമ എന്താണ്, സിനിമയിലെ ഷോർട്ട് ഡിവിഷൻ എന്താണ്, ഡയറക്ഷൻ എന്താണ്, സ്ക്രീൻ പ്ലേ എന്താണ്, തിരക്ക കാര്യങ്ങൾ എന്താണ്, എവിടെ ഷോട്ട് വയ്ക്കണം, എങ്ങനെ ക്യാമറ ചലിപ്പിക്കണം എന്നുള്ളതിനൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിനാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തുറന്നു വെച്ചിരിക്കുന്നത്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ അല്ലാതെ ടാലൻ്റ് ഉള്ളവരുണ്ട്, അല്ലാതെ ടാലൻ്റായിട്ടുള്ള ഇൻബോൺ ടാലൻ്റായിട്ട് വന്നിട്ട് സിനിമകൾ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഈ ട്രെയിനിങ് ഇല്ലാതെ തന്നെ സിനിമ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അപ്പോൾ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നെ അതിൽ ഉടനെ SC ST എന്നുള്ള രീതിയിലൊക്കെ ഒരു വർഗ്ഗബോധം വരികയും അങ്ങനെ ഒരു രീതിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തതാണ്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ ചില ഒരു എന്താ പറയുക, ഞാനാണ് എന്നുള്ളൊരു ഭാവം പുള്ളിയിലുണ്ട്. അത് പുള്ളി ചെയ്ത സിനിമകളും പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു ഇത് കൊണ്ടായിരിക്കാം വന്നത്. അല്ലാതെ ഇതിനകത്തൊരു വർഗ്ഗബോധം അല്ലെങ്കിൽ SC STക്കാരെ താഴ്ത്തി കാണണമെന്നോ എന്നുള്ള രീതിയൊന്നും അല്ല. പിന്നെ പുഷ്പവതി അവർക്ക് വന്ന വർഗ്ഗബോധം അത് എന്താ പറയുക, 1.5 കോടി രൂപ അവിടെ വരുമ്പോൾ അത് 3 ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല ആരാണ്, അല്ലെങ്കിൽ SC ആണോ SC ST ആണോ അല്ലെങ്കിൽ നായരാണോ ഈഴവനാണോ എന്നല്ല, കഴിവുള്ളവൻ, ഉള്ളിലൊരു കഴിവുണ്ട്, ഒരു ടാലൻ്റ് ഉണ്ട്. മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അവൻ്റെ ടാലൻറ്റുകൾ ഇന്ന വിഭാഗത്തിൽപ്പെടുത്തി കുറയുകയോ കൂടുകയോ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ കഴിവ് എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം മുൻപന്തിയിൽ നിൽക്കും. അവിടെ വർഗ്ഗമോ ജാതിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ വർഗ്ഗബോധം, പുഷ്പവതി അവർ ചെയ്ത പാട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ അറിയാൻ തുടങ്ങി ഇപ്പോഴാണ്. പക്ഷെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളവരാണ്. പക്ഷേ വർഗ്ഗബോധം കൂടുതൽ വരുമ്പോൾ വിഷയമാണ് കേട്ടോ. അതാണൊരു പ്രശ്നം. നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ. ജസ്റ്റ് ഒരു ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ, നിങ്ങൾക്ക് ഇതിനകത്ത് വിവാദം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ. അവർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം നല്ലത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കായിരുന്നാലും മറ്റുള്ളവർക്കായിരുന്നാലും ഇപ്പോൾ സിനിമയിലോട്ട് വരാൻ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഇതാണ്.